നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊക്കാടി ഹിൽസിലോട്ടാണ്. ഇവിടെ വഴികളൊന്നും ശരിയായിട്ട് അവർ പണിതിട്ടില്ല. അവരിവിടെയൊക്കെ ഓരോ അതിർത്തികളായിട്ടാണ് അവർ ഇവിടെ പിടിച്ചിരിക്കുന്നത്. അച്യുതാനന്ദൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ് ഈ കാണുന്നത്. അനീഷ് എന്ന് പറഞ്ഞൊരു ഭൂതട മുമ്പിൽ പോകുന്നുണ്ട്. അവൻ വെറും തല്ലിപ്പൊളിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. വട്ടം തിരിഞ്ഞ് കിടക്കുക, അവൻ കൊക്കയെ അന്വേഷിച്ച് പോണ പോക്കണത്. കൊക്കാടി സൂം ചെയ്തു. പിന്നെ ഈ കാണുന്നതാണ് കൊക്കാടി. ഞങ്ങൾ കൊക്കാടിയുടെ ടോപ്പിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ പല ആൾക്കാരെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊക്കാടിയിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, ഇച്ചിരി ദൂരം പോയാൽ മതി. പക്ഷേ നമ്മുടെ നോക്കുകയാണെങ്കിൽ അവിടെ ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ 2 കിലോമീറ്ററാണ്. കിലോമീറ്റേഴ്സ് അവേ ഫ്രം വാഷിംഗ്ടൺ ഡി സി ശ്രീനിവാസം പറഞ്ഞ മാതിരി അങ്ങനെ വല്ലതാണോ? അങ്ങനെ അല്ല അത് ഞാൻ പറഞ്ഞത്. അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 1 കിലോമീറ്റർ അവരുടെ 2 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഒരു 5 കിലോമീറ്റർ വേണമെങ്കിൽ അവർ പറയുന്നത് ഒരു 5 കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും 10 കിലോമീറ്റർ നടക്കേണ്ടി വരും. അയ്യോ, ഇങ്ങനെ കൊക്കെ കാരണം ഞാൻ തീട്ടി വീണ സീനാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കി നടക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്ക ജീവികളും, പല ജീവികളും ഇവിടെ ഉണ്ട്. പശു, പട്ടി, പൂച്ച, അങ്ങനെ എല്ലാത്തിൻ്റെയും ഷിറ്റ് താഴ്ത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ചേ നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പണി കിട്ടും. അതാണ്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു താഴ്ച പോലെയാണ് ഇവിടെ കാണുന്നത്. അതെന്താണെന്ന് വെട്ടി മൂടിയതാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവൂല. അയ്യോ, അവനെ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഇല്ല, അവിടെ കാട്ടിൽ വിളിച്ചിരുന്നു. കാര്യം സാധിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. നമുക്ക് ചെന്ന് നോക്കാം. പിന്നെ അവന്റെ മലം പരിശോധിക്കലല്ലേ എന്റെ പണി. പോരാ വരൂ. നമ്മ കൊക്കാടി ഹിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. അതാണ് കൊക്കാടി ഹിൽസ്. അതൊന്ന് നോക്കിക്കേ. കൊക്കാടി ഹിൽസ് ഒന്ന് നോക്കിക്കേ. അവിടെ കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും ക്ലിയർ ആകാൻ ചാൻസ് കുറവാണ്. വരൂ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിലൊരു വഴിയാത്രക്കാരനെ കണ്ടു. ആട്ടിടയനാണെന്നാണ് ഞങ്ങൾ തോന്നുന്ന കാര്യം. ഒരു വടിയും പിടിച്ചിട്ട് അങ്ങോട്ട് കിടപ്പുണ്ട്. ആട്ടിടയാ? ഞങ്ങൾ ആ ആട്ടിടയൻ്റെ അടുത്ത് ചോദിച്ചു. ആട്ടിടയനല്ല, അത് പശു ഇടയനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അയാളുടെ അടുത്ത് നമുക്കൊന്ന് സംസാരിക്കാം. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വരികയാണ്. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളാണോ? അതെ, ഓക്കെ. നിങ്ങൾ അപ്പോൾ ഇവിടെ എന്താണ് പശുവിനെ കറക്കാൻ വന്നതാണ്? ഓക്കെ. അപ്പോൾ പുല്ലൊക്കെ കൊടുത്ത് നിങ്ങൾ ഇതാണ് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പോൾ ആ കാണുന്ന തൂണ് എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാ കൊക്കാടി ഹിൽസിന്റെ ഇതാണെന്ന് തുണി വളക്കാരന. നമ്മൾ എങ്ങോട്ടാ പോണം? അങ്ങനെ കൊക്കാടി ഹിൽസിന്റെ അടുത്തോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ദൂരത്ത് വെച്ച് കണ്ട ഒരു ബോർഡ് ഉണ്ടല്ലോ, കൊക്കാടി ഹിൽസിന്റെ. ആ ബോർഡാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ അതിന്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വഴി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കൊക്കാടിയിലുള്ള വയറ്റാട്ടിയല്ല, ഒരു വഴികാട്ടി മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളാണ് നമ്മുടെ കൊക്കാടി ഹിൽസിന്റെ അടുത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വഴികാട്ടി പറയുന്നത് അത് അവിടെ കൂടി പോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് കൊക്കാടി ഹിൽസ്.
So now we are standing near this Kokadi Hills. We are at Kokadi Hills. This is hills. ഞങ്ങൾ താമസിക്കുന്നത് അവിടെയാണ്. അവിടെ നിന്ന് കറങ്ങി ചുറ്റി നടന്നു. അറിഞ്ഞില്ല, പക്ഷേ ഇവിടം വരെ എത്തിയത് നമ്മൾ അറിഞ്ഞില്ല. അത്ര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് നമ്മൾ എത്ര നടന്നാലും നമുക്കറിയില്ല നമ്മൾ എത്ര നടന്നു.